എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 ഫിസിക്സിലെ ആദ്യത്തെ പാഠമായ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറഞ്ഞ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആദ്യത്തെ ഭാഗമാണ്. അപ്പോൾ ഈ പാഠത്തിനെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ മാഷ് തന്നിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ആ ഇൻട്രഡക്ഷൻ എന്താണ്, പാഠത്തിൽ എന്താണ് പഠിക്കാനുള്ളത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ലിങ്ക് നമ്മൾ സജഷൻ ബോക്സിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ആ പാഠത്തിൽ എന്താണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് എത്ര ഭാഗങ്ങളായിട്ട് ആ പാഠത്തിനെ തിരിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ആ പാഠത്തിനകത്തേക്ക് കിടക്കുകയാണ്. അതിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് നമുക്ക് +2 ഫിസിക്സിലെ ആദ്യത്തെ 2 പാഠങ്ങളിലായിട്ട് പഠിക്കാനുള്ളത്. ആദ്യത്തെ പാഠം ഫീൽഡും രണ്ടാമത്തെ പാഠം പൊട്ടൻഷ്യലും. അപ്പോൾ നമ്മളൊരു ചെറിയ ഇൻട്രോ ആയിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ചാർജുകളെ കുറിച്ച് നമ്മൾ 8ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പഠിക്കുന്നത്. ഫിസിക്സിൽ 8ാം ക്ലാസ് മുതലാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പഠിക്കാനുള്ളത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ മലയാളമാണ് സ്ഥിതവൈദ്യുതി. അപ്പോൾ സ്ഥിതവൈദ്യുതിയെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചലമായ ചലിക്കാത്ത എന്ന് ഉദ്ദേശിക്കുന്നത് ചാർജ് എപ്പോഴും വൈബ്രൻ്റായിട്ട് നിൽക്കുന്നൊരു സാധനമാണ്. അത് ചലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കല്ലെടുത്ത് വെച്ചാൽ അതുപോലെ ഇരിക്കുന്ന ഒരു സാധനമല്ല ചാർജ് എന്ന് ആദ്യം മനസ്സിലാക്കുക. പലർക്കുള്ള തെറ്റിദ്ധാരണയാണ്. സ്റ്റാറ്റിക് ചാർജ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ചലിക്കാത്ത ചാർജ് എന്ന് പറയുന്നത് ഒരു വസ്തു ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ ഇരിക്കുന്ന പോലെ ചാർജ് ഇരിക്കുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. ചാർജ് അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സ്റ്റാറ്റിക് ആയാലും മൂവിങ് ആയാലും അത് ഒരു സ്ഥലത്ത് വെറുതെ ഇരിക്കില്ല. അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തതുപോലെ അല്ലെങ്കിൽ ഒരു വൈബ്രൻറ്റ് ക്യാരക്ടറുള്ള സാധനമാണ്. അതുകൊണ്ടാണ് അതിന് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് സ്റ്റാറ്റിക് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ഇല്ലാത്ത, ഒഴുകാത്ത, സ്വയം ഒഴുകാൻ കഴിവില്ലാത്ത, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ ഒഴുകാത്ത ചാർജുകളെ കുറിച്ചാണ് സ്റ്റാറ്റിക് ചാർജ് എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റിക് ചാർജുകൾ മൂലം ഉണ്ടാകുന്ന വൈദ്യുതിനെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് +2 അതാണ് നമ്മൾ മറ്റേ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചത്. നമ്മൾ അന്ന് പഴയ ചെറു ക്ലാസ്സുകളിൽ ഈ പറഞ്ഞ തലയിൽ സ്കെയിൽ റബ്ബ് ചെയ്തിട്ട് പേപ്പറിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും. അതിന് കാരണം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. അങ്ങനെയുള്ള എക്സാമ്പിളുകളാണ് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അത് ഇൻഡക്ഷൻ മൂലം, കണ്ടക്ഷൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആദ്യത്തെ +2ൽ ആദ്യത്തെ 2 പാഠത്തിൽ പഠിക്കാനുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അപ്പോൾ വീണ്ടും പറയണു, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒഴുകാത്ത ചാർജ് മൂലം ഉണ്ടാകുന്ന വൈദ്യുതി, സ്ഥിതവൈദ്യുതി, അതാണ് എൻ്റെ മലയാളം. അപ്പോൾ ഈ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ചാർജ് മൂലം ഉണ്ടാകുന്ന വൈദ്യുതി, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ +2ൽ ആദ്യത്തെ 2 പാഠങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പാഠത്തിൻ്റെ പേര് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് പൊട്ടൻഷ്യൽ. അപ്പോൾ സ്റ്റാറ്റിക് ചാർജ് മൂലം എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഡെഫിനിഷനൊക്കെ പഠിക്കാനുണ്ട്. അതാണ് ആ പാഠത്തിൻ്റെ ആദ്യമായിട്ട് വരുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. സ്റ്റാറ്റിക് ചാർജ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ഫീൽഡും പൊട്ടൻഷ്യലിനെയും കുറിച്ച് പഠിക്കുന്ന സ്റ്റഡി ബ്രാഞ്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഒന്നുകൂടി പറയാം, സ്റ്റാറ്റിക് ചാർജ് മൂലം, സ്റ്റാറ്റിക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ, ഒഴുകാത്ത, ഫ്ലോ ഇല്ലാത്ത ചാർജ്. ആ സ്റ്റാറ്റിക് ചാർജ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ഫീൽഡും പൊട്ടൻഷ്യലിനെയും കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അവിടെ 2 കാര്യമാണ് പഠിക്കാനുള്ളത്. ഒന്ന്, സ്റ്റാറ്റിക് ചാർജ് മൂലമുണ്ടാകുന്ന ഫോഴ്സ് ഫീൽഡ്. 2, സ്റ്റാറ്റിക് ചാർജ് മൂലമുണ്ടാകുന്ന പൊട്ടൻഷ്യൽ. 2 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. സ്റ്റാറ്റിക് ചാർജ് മൂലമുണ്ടാകുന്ന ഫോഴ്സ് ഫീൽഡ് ഒന്നാമത്തെ കാര്യം, 2 സ്റ്റാറ്റിക് ചാർജ് മൂലമുണ്ടാകുന്ന പൊട്ടൻഷ്യൽ രണ്ടാമത്തെ കാര്യം. അതിൽ +2ൽ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഈ സ്റ്റാറ്റിക് ചാർജ് മൂലമുണ്ടാകുന്ന ഫോഴ്സ് ഫീൽഡിനെ കുറിച്ചാണ് ആദ്യത്തെ പാഠം ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത് സ്റ്റാറ്റിക് ചാർജ് മൂലമുണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ കുറിച്ചാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠവും രണ്ടാമത്തെ പാഠവും കണ്ടിന്യൂഷനാണെന്ന് മനസ്സിലായി. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നതിനെ 2ആയി കട്ട് ചെയ്തിട്ട് 2 ചാപ്റ്ററാക്കി മാറ്റിയതാണ് ആദ്യത്തെ 2 പാഠം. പറഞ്ഞത് മനസ്സിലായി? ഓക്കെ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ് സ്റ്റാറ്റിക് ചാർജ് മൂലമുണ്ടാകുന്ന ഫോഴ്സ് ഫീൽഡിനെയും പൊട്ടൻഷ്യലിനെയും കുറിച്ച് പഠിക്കുന്ന പാഠമാണ്, ബ്രാഞ്ചാണ്
ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്ന ആദ്യത്തെ കാര്യം ഫോഴ്സ് ഫീൽഡ് എന്താണ്, ആര് മൂലം, സ്റ്റാറ്റിക് ചാർജ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ഫീൽഡ് എന്താണ്, അതാണ് നിങ്ങൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നത്. രണ്ടാമത്തെ പാഠത്തിൽ ഫിസിക്സിലെ രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കുന്നത് സ്റ്റാറ്റിക് ചാർജ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്താണ്, അതാണ് രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കുന്നത്. ആ ആദ്യത്തെ 1ഉം 2ഉം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ +2 പഠിക്കുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള +2ലേക്ക് കടക്കുമ്പോൾ +2 ഫിസിക്സ് മുഴുവൻ ഇലക്ട്രോഡൈനാമിക്സിൻ്റെ ഒരു അതിപ്രസരമാണ്. ഇലക്ട്രോഡൈനാമിക്സിൽ വരുന്ന ഭാഗങ്ങളാണ് +2 ഫിസിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. +1 ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചത് മെക്കാനിക്സിനെ കുറിച്ചാണ്, ചലനങ്ങളെ കുറിച്ചാണ് +1 ഫിസിക്സിൽ ഉള്ളത്. +2 ഫിസിക്സിൽ കൂടുതലും പഠിക്കാനുള്ളത് ഇലക്ട്രോ ഡൈനാമിക്സ് ആണ്. ഇലക്ട്രോണിക്സൊക്കെ ഏറ്റവും അവസാനത്തെ പാഠമായിട്ട് നമ്മൾ ഇലക്ട്രോണിക്സൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു എന്താണ് +2 ഫിസിക്സിലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ 2 പാഠത്തിൽ എന്തുണ്ട്, ഈ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഫീൽഡ് ഉണ്ട്, രണ്ടാമത്തെ പാഠത്തിൽ പൊട്ടൻഷ്യൽ ഉണ്ട്, കണ്ടിന്യൂവേഷൻ ആണെന്ന് മനസ്സിലായി. മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 പാഠത്തിൽ ഈ ചാർജുകൾ ചലിക്കുന്നില്ല, ഒഴുകുന്നില്ല. മൂന്നാമത്തെ പാഠം തൊട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലോ. കൃത്യം മലയാളം എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ മലയാള പദം ധാര എന്നാണ്. ധാര എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂസ് ഫ്ലോ, ഒഴുകുക, കണ്ടിന്യൂസ് ആയി തുടർച്ചയായി ഒഴുകുന്നതിനെയാണ് കറണ്ട് എന്ന് പറയുക. അപ്പോൾ മനസ്സിലാക്കുക, ആദ്യത്തെ 2 പാഠങ്ങൾ നിങ്ങൾ പഠിക്കുന്നത് ഒഴുകാത്ത ചാർജിനെ കുറിച്ചാണ്, ആദ്യത്തെ 2 പാഠം. മൂന്നാമത്തെ പാഠം മുതൽ ഈ പറഞ്ഞ ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ന് പറയുന്ന കറണ്ട് ഒഴുകി തുടങ്ങി. അപ്പോൾ മൂന്നാമത്തെ പാഠം അതിൻ്റെ പേര് മാറിയപ്പോൾ എന്തായി, കറണ്ട് ഇലക്ട്രിസിറ്റി ആയി. അപ്പോൾ മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ കറണ്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നാലാമത്തെ പാഠം എന്ന് പറയുന്നത് ഈ കറണ്ട് ഒഴുകുന്നത് മൂലം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ നാലാമത്തെ പാഠം വരും. കറണ്ട് ഒഴുകുന്നത് മൂലം ഉണ്ടാകുന്ന പ്രത്യേകതകളെ കുറിച്ചാണ് നാലാമത്തെ പാഠം ചർച്ച ചെയ്യുന്നത്. 5 മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞ പാഠം, ഈ മാഗ്നറ്റിസം കൊണ്ട് നമുക്ക് എന്തൊക്കെ അപ്ലിക്കേഷൻസ് നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ് 5ാമത്തെ പാഠത്തിൽ പഠിക്കുന്നത്. പിന്നെ അവിടുന്ന് തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, AC കറണ്ട്, അങ്ങനെ തുടർന്ന് പോകും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. പിന്നെ അതിൻ്റെ ഇടയിൽ 2 പാഠം വരുന്നത് ഒപ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. +2 റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ 2 പാഠം പഠിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഡുവൽ നേച്ചർ, അതിലൊക്കെ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ആറ്റം, ന്യൂക്ലി, അതുപോലെ തന്നെ ഏറ്റവും അവസാന പാഠത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ ഇലക്ട്രോണിക്സ്. പിന്നെ ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് പാഠം ടെലി കമ്മ്യൂണിക്കേഷൻ. ഇത്രയാണ് +2 ഫിസിക്സിൽ പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയത് തുടർച്ചയായിട്ട് ആദ്യത്തെ 5 ചാപ്റ്റർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠം പഠിക്കാതെ രണ്ടാമത്തെ പാഠം പഠിക്കാൻ പറ്റില്ല, രണ്ടാമത്തെ പാഠം പഠിക്കാതെ മൂന്നാമത്തെ പാഠം പഠിക്കാൻ പറ്റില്ല. അത് തുടർച്ചയായിട്ട് വരുന്നതാണ്. ആദ്യത്തെ ഒരു 5 പാഠം വേണമെങ്കിൽ നമുക്കൊരു മോഡ്യൂളായിട്ട് എടുക്കാം. +2 കൂടുതലും മനസ്സിലാക്കുക, +2 ഫിസിക്സിൽ കൂടുതലും പഠിക്കാനുള്ളത് ഇലക്ട്രോ ഡൈനാമിക്സ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് +2 ഫിസിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ +1 നിന്ന് +2ലേക്ക് കടന്നൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫിസിക്സിൽ ഇത്രത്തോളം കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൂടുതൽ ഇലക്ട്രോണിക്സിന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ +2 ഫിസിക്സ് എളുപ്പമായിരിക്കും. ഇലക്ട്രോണിക്സ് ഇനിയിപ്പോൾ സയൻസിൽ തന്നെ ഇലക്ട്രോണിക്സ് +1 +2 ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് പോലെ ഇലക്ട്രോണിക്സ് കോംപ്ലിമെൻ്ററി ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ +1 പഠിച്ച ഇലക്ട്രോണിക്സിൽ +1 പഠിച്ച കുറേ കാര്യങ്ങൾ +2 ഫിസിക്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് +2 ഫിസിക്സിൽ പഠിക്കാനുള്ളത്. ഞാൻ ജസ്റ്റ് ക്ലാസ് ആദ്യത്തെ തുടക്കം ആയതുകൊണ്ട് എന്താണ് പഠിക്കാനുള്ളത് എന്നതിനെക്കുറിച്ചൊരു ഇൻട്രഡക്ഷൻ തന്നതാണ്. നമുക്ക് ഇനി നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം, ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ ക്ലാസ്സുകളായിട്ട് വഴി എടുക്കാം. അപ്പോൾ ആദ്യത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് പേര് പോലെ തന്നെ ഫോഴ്സ് ഫീൽഡാണ്. എന്തുമൂലം, ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകാത്ത ചാർജ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സുകൾ. ഒരു ചാർജ് അല്ലെങ്കിൽ 1, 2 അതിലധികം മൾട്ടിപ്പിൾ ചാർജസ് ഒഴുകാതെ ഇരിക്കുന്നത് മൂലം ആ ചാർജ് മൂലം എന്തൊക്കെ ഫോഴ്സാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് ആദ്യത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി അവിടെ വരുമ്പോൾ ആദ്യത്തെ പാഠത്തിൽ, അപ്പോൾ കഴിഞ്ഞ വീഡിയോ മുമ്പ് ഈ പാഠത്തിൻ്റെ ഇൻട്രഡക്ഷനായിട്ടൊരു വീഡിയോ ഇട്ടുണ്ട്, അത് കാണുക. അപ്പോൾ അതിലൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ പാഠത്തിനകത്ത്. ഇപ്പോൾ ഞാൻ +2 മൊത്തം ഫിസിക്സിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആ പാഠത്തിന് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് കിടക്കുകയാണെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ
ആ പാഠത്തിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് ടോപ്പിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന പാഠത്തിലെ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കാണ് കുളുംസ് ലോ. അപ്പോൾ കുളുംസ് ലോ എന്ന് പറയുന്നത് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ചെറിയൊരു ഭാഗമാണ് തുടക്കമല്ലേ, നമ്മൾ ചെറിയൊരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കുളുംസ് ലോ എന്താണ്? കുളുംസ് ലോ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുളുംസ് ലോ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോ ആണ്, നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ലോ ആണ്. കുളുംസ് ലോ എന്ന് പറയുന്നത്, കുളും എന്ന് പറയുന്ന പലരും പല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ചിലർ കുളും എന്ന് പറയും, ചിലർ കുളോം എന്ന് പറയും. നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ പേരാണ് ഈ പറഞ്ഞ കുളും എന്ന് പറയുന്നത്. നമ്മൾ ചാർജിൻ്റെ യൂണിറ്റൊക്കെ ചാർജിനെ കുറിച്ച് പഠനം നടത്തിയ, ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സുകൾ തമ്മിൽ പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് കുളും എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര്, ആളുടെ ബഹുമാനാർത്ഥം നമ്മൾ ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളോമാണ്. കുളോം ചാർജിൻ്റെ യൂണിറ്റ്, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളോമാണ്. അപ്പോൾ നമുക്ക് ഇനി കുളുംസ് ലോയിലേക്ക് കിടക്കാം. ഇനി കുളുംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ 2 ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. 2 ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞാൽ മേ ബി പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. 2 ചാർജ് ഉണ്ട്, ഒന്ന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ. ഇപ്പോൾ 2 പോസിറ്റീവ് ചാർജ് എടുത്തോളൂ, അല്ലെങ്കിൽ 2 നെഗറ്റീവ് ചാർജ് ഉള്ളൂ. 2 ചാർജുകളുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഒരേ ചാർജ് ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക. 2 ചാർജ് പോസിറ്റീവ് ചാർജാണ്. ഒരേ ചാർജ് ആണെങ്കിൽ നമ്മൾ ആ 2 ചാർജുകൾ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ചാർജുകൾ അട്രാക്റ്റ് ചെയ്യും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. കാന്തൊക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് പോളുകൾ, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടെങ്കിൽ ആ നോർത്ത് പോളും സൗത്ത് പോളും അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അട്രാക്റ്റ് ചെയ്യും. ഈ 2 സെയിം പോളുകൾ, നോർത്ത് പോൾ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചാർജുകൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും, അത് കാന്തത്തിൻ്റെ കേസാണ്. നമ്മളിനി ഇലക്ട്രിക് ചാർജുകളിലേക്ക് വരികയാണെങ്കിൽ, ചാർജുകളുടെ കേസ് പറയുകയാണെങ്കിൽ അവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ട്. ആ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഓപ്പോസിറ്റ് ചാർജുകൾ അട്രാക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ സെയിം ചാർജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. രണ്ടും അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിപ്പൽഷൻ സംഭവിക്കും. അപ്പം അട്രാക്ഷൻ, ആകർഷണം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ വികർഷണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 2 തരം ഫോഴ്സുകളാണ് ഉള്ളത്. 2 ചാർജുകൾക്കിടയിൽ, ശ്രദ്ധിച്ച് കേൾക്കുക, 2 ചാർജുകൾക്കിടയിൽ 2 തരം ഫോഴ്സുകളാണ് ഉള്ളത്. ഒന്ന് അട്രാക്റ്റീവ് ഫോഴ്സ്, 2 റിപ്പൾസീവ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴാണ് അട്രാക്ഷൻ ഉണ്ടാവുക? അട്രാക്ഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? 2 ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 2 സെയിം ചാർജ് ആണെങ്കിൽ, സെയിം ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവും അല്ലെങ്കിൽ പോസിറ്റീവും ചാർജുകളാണെങ്കിൽ അവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്തു പോകും. അപ്പോൾ ഈ പറഞ്ഞപ്പോൾ 2 തരം ഫോഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ചാർജുകൾക്കിടയിൽ 2 തരം ഫോഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായി. ഏതൊക്കെയാ? ഒന്ന് അട്രാക്റ്റീവ് ഫോഴ്സ്, 2 റിപ്പൾസീവ് ഫോഴ്സ്. ഈ ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിനെ കുറിച്ച്, 2 ചാർജുകൾക്കിടയിൽ എത്രയായിരിക്കും ഫോഴ്സ് എന്നതിനെ കുറിച്ചാണ് കുളുംസ് ലോ ചർച്ച ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കുളുംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളും പറഞ്ഞ നിയമമാണ് കുളുംസ് ലോ. അപ്പോൾ ഇതിൽ തന്നെ ആരാണ് പറഞ്ഞതെന്ന് മനസ്സിലായി. ഇനി കുളു എന്താണ് പറഞ്ഞത്? അതാണ് നമ്മുടെ വിഷയം. കുളും ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ കുറിച്ച് കുളും എന്താണ് പറഞ്ഞത്? കുളും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ 2 ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ ഒരു ചാർജ് ഇട്ടു, ഇവിടെ ഒരു ചാർജ് ഇട്ടു. ഇവിടെ ഞാനൊരു പോസിറ്റീവ് ചാർജ് ഇട്ടു, ഇവിടെ ഞാൻ നെഗറ്റീവ് ചാർജ് ഇട്ടു. ചാർജാണ് കേട്ടോ, കൊറോണ വൈറസ് ഒന്നുമല്ല, ചാർജ്. ഇപ്പുറത്തൊരു ചാർജ് ഇട്ടു. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇട്ടു, ഇവിടെ എന്തിട്ടു? ഒരു നെഗറ്റീവ് ചാർജ് ഇട്ടു. അപ്പോൾ 2 ചാർജുകളുണ്ട്. മനസ്സിലായി? ഇനി ഇത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും നമുക്കറിയാം? ഇവർ അട്രാക്റ്റ് ചെയ്യുമെന്നറിയാം. ശരിയല്ലേ? ഇനി ഇതൊന്ന് ഇതൊന്നും പോസിറ്റീവ് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്ത് പോകുമെന്നറിയാം. അപ്പോൾ ഇതൊന്ന് നെഗറ്റീവ് ആണെങ്കിലോ റിപ്പൽ ചെയ്ത് പോവും. ഇതൊന്ന് പോസിറ്റീവ് ആണെങ്കിലോ റിപ്പൽ ചെയ്ത് പോവും. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിലോ അട്രാക്റ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ കുളും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ എന്തും ആയിരിക്കാം. ഈ ചാർജുകൾക്കിടയിൽ ഫോഴ്സ് ഉണ്ട്. ശരിയാണോ? 2 ചാർജ് ഉണ്ട്, ആ ചാർജുകൾക്കിടയിൽ എന്തുണ്ട്? ഫോഴ്സ് ഉണ്ട്. ഏതൊക്കെ ആയിരിക്കാം ഫോഴ്സ്? എന്ത് ഫോഴ്സ് ആയിരിക്കാം? ഒന്നുമില്ലെങ്കിൽ ആകർഷണ ബലമായിരിക്കാം,
അല്ലെങ്കിൽ വികർഷണ ബലമായിരിക്കാം. അത് ചാർജുകൾക്ക് അടിസ്ഥാനത്തിൽ മാറ്റം വരും. ആകർഷണ ബലമാവാം, അല്ലെങ്കിൽ എന്താവാം, വികർഷണ ബലമാവാം. ആകർഷണ ബലമാവും എപ്പോഴാണ്? ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ ആകർഷണ ബലവും. എപ്പോഴും വികർഷണ ബലമാവുക? വിപരീത ചാർജുകളാണെങ്കിൽ, സെയിം ചാർജുകളാണെങ്കിൽ വികർഷിക്കും, റിപ്പൽഷൻ സംഭവിക്കും. അപ്പോൾ കുളും ഇത്രേ പറഞ്ഞുള്ളൂ, ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്, എന്ത് ഫോഴ്സ്? അട്രാക്റ്റീവ് ഫോഴ്സ് ഓർ റിപ്പൾസീവ് ഫോഴ്സ്. ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ആകർഷണ ബലമോ വികർഷണ ബലമോ എന്ന് പറയുന്നത് എത്രയാണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നാണ് കുളുംസ് ലോ പറയുന്നത്. കുളും ഇത്രേ പറഞ്ഞുള്ളൂ. കുളുംസ് ലോ ഇതാണ്: അട്രാക്റ്റീവ്, ദ ഫോഴ്സസ് ബിറ്റ്വീൻ ടു ചാർജസ്, അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആവാം. ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ആകർഷണ ബലം ഈ രണ്ട് ചാർജുകളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുണനഫലം. ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും രണ്ട് ചാർജുകളുണ്ട്. നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താ? ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ആകർഷണ ബലം അല്ലെങ്കിൽ വികർഷണ ബലം. അത് ഏതാണ് എന്നുള്ളത് നമുക്ക് ആ ചാർജിൻ്റെ സൈൻ നോക്കിയാൽ മനസ്സിലാവും. പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ആണോ എന്ന് സൈൻ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആകർഷണ ബലമായാലും കുഴപ്പമില്ല, വികർഷണ ബലമായാലും കുഴപ്പമില്ല. ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ടു ചാർജസ്, രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നേരനുപാതത്തിലാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നേരനുപാതത്തിൽ എന്ന് വെച്ചാൽ എന്താ? ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും, ഇത് കുറഞ്ഞാൽ അതും കുറയും. അത്രയേ ഉള്ളൂ നേരനുപാതം എന്ന് പറയുന്നത്. ഇതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അതും കൂടും, അത് കുറയുകയാണെങ്കിൽ ഇതും കുറയും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ടു ചാർജസ്, രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ചാർജസ്. പ്രൊഡക്റ്റ് ഓഫ് ചാർജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ചാർജുകളെ ഗുണിക്കുക, ആ ഗുണനഫലം. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, ഇൻവേഴ്സ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപരീത അനുപാതത്തിലാണ്. എന്തിനോട്? സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഈ രണ്ട് ചാർജുകൾക്കിടയിൽ ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് വിപരീത അനുപാതത്തിലാണ്. ഇത്രയേ ഉള്ളൂ കുളുംസ് ലോ. 2 പോയിൻ്റ് കുളും പറഞ്ഞുള്ളൂ. രണ്ട് ചാർജുകൾക്കിടയിലുള്ള ആകർഷണ ബലം അല്ലെങ്കിൽ വികർഷണ ബലം ആ രണ്ട് ചാർജുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും. രണ്ടാമത്തെ പോയിന്റ് എന്താ? അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. 2 പോയിൻ്റാണ് കുളുംസ് ലോ പഠിക്കാനുള്ളത്. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? അവ തമ്മിലുള്ള ഗുണനഫലത്തിന്, ചാർജുകൾ തമ്മിലുള്ള ഗുണനഫലത്തിന് നേരനുപാതത്തിലും. 2, ഈ ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് വിപരീത അനുപാതത്തിലുമായിരിക്കും ഈ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലിരിക്കുന്നു? ഫോഴ്സ് രണ്ട് കാര്യങ്ങളെ, കുളുംസ് ലോ പ്രകാരം 2 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന്, ആ ചാർജുകളുടെ ഗുണനഫലത്തിന് നേരനുപാതം. 2, ആ ചാർജുകളുടെ അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എന്ന് പറയുന്നത് എന്താ? ഫോഴ്സ് ഓഫ് ഏത് ഫോഴ്സ്? രണ്ട് ചാർജ് തമ്മിലുള്ള ഫോഴ്സ്. രണ്ട് ചാർജ് തമ്മിൽ ഏതൊക്കെ ഫോഴ്സ് ഉണ്ടാവും? രണ്ട് ചാർജ് തമ്മിൽ ഒന്ന് അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആവാം. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. എന്തിനോട്? പ്രൊഡക്റ്റ് ഓഫ് ചാർജസ്. അപ്പോൾ Q1 എന്നുള്ളത് ചാർജിനെ സൂചിപ്പിക്കുന്നതാണ്. രണ്ട് ചാർജ് ഉള്ളതുകൊണ്ട് ഞാൻ Q1 Q2 എന്ന് എടുത്തു. അപ്പോൾ F പ്രൊപ്പോർഷണൽ ടു Q1 Q2, F പ്രൊപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? Q1 Q2 പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ F പ്രൊപ്പോർഷണൽ ടു Q1 Q2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? F പ്രൊപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2, പ്രൊഡക്റ്റ് ഗുണനഫലമായി. പിന്നെ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഡിവൈഡഡ് ബൈ R സ്ക്വയർ അല്ലെങ്കിൽ D സ്ക്വയർ, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. D അല്ലെങ്കിൽ R എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജ് തമ്മിലുള്ള അകലാണ്. ആ അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതം. അപ്പോൾ F പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ D സ്ക്വയർ ഓർ R സ്ക്വയർ. ആറോ ഡിയോ എടുത്തുള്ളൂ, അത് കുഴപ്പമില്ല. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കിട്ടി. ഇതാണ് കുളുംസ് ലോ. ഇനി നമ്മൾ മാത്തമാറ്റിക്സിൽ നമുക്കത് ഇക്വേഷനാക്കി മാറ്റുമ്പോൾ പ്രൊപ്പോർഷണൽ നമ്മൾ ഈക്വലാക്കി മാറ്റണം. പ്രൊപ്പോർഷണൽ ഈക്വലാക്കി മാറ്റണമെങ്കിൽ മാത്തമാറ്റിക്കൽ റൂൾ അനുസരിച്ച് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ഗുണിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
പ്രപ്പോർഷണൽ സൈനിനെ ഈക്വൽ സൈനാക്കി മാറ്റാൻ വി വാണ്ട് ടു യൂസ് എൻ കോൺസ്റ്റൻറ്റ്. ഒരു കോൺസ്റ്റൻറ്റ് ഉപയോഗിക്കണം. ആ കോൺസ്റ്റൻറ്റ് ആണ് 1/4πε0. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻറ്റ് ഏതാണ്? 1/4πε0. അപ്പോൾ നമുക്ക് ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഇക്വേഷൻ ആക്കുമ്പോൾ എന്ത് എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു, പ്രപ്പോർഷണലുമായിട്ട് ഞാൻ ഈക്വൽ ആക്കി, എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് കുളുംബ്സ് ലോ. ഇതാണ് കുളുംബ്സ് ലോൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതിൽ ആ ഇക്വേഷനിലുള്ള കോൺസ്റ്റൻറ്റ് 1/4πε0 അതെന്താണെന്ന് അറിയണം. ഈ 1 എന്താണെന്നറിയാം, 4 നിങ്ങൾ കേട്ടിട്ടുണ്ട്, പൈ എന്താണെന്നറിയാം, പുതിയൊരു വാക്കാണ് ε0. ε0 എന്താണ്? ε0 ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ആ ചാർജുകൾ ഇരിക്കുന്ന സർഫസ്, ചാർജ് എവിടെ വേണമെങ്കിൽ ഇരിക്കാമല്ലോ, ആ ചാർജുകൾ ഇരിക്കുന്ന സർഫസിനനുസരിച്ച് ഈ പറഞ്ഞ എപ്സിലോൺ എന്ന് പറയുന്ന വേരിയബിൾ മാറിക്കൊണ്ടിരിക്കും. നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ചാർജ് ഇരിക്കുന്നത് ഫ്രീ സ്പേസിലാണ്. ഫ്രീ സ്പേസിലാണെങ്കിൽ ε0. അപ്പോൾ 1/4πε0 അതാണ് പെർമിറ്റിവിറ്റി. ആ ചാർജിൻ്റെ സർഫസിൻ്റെ പെർമിറ്റിവിറ്റിയാണ് ഈ പറഞ്ഞ ε0. ചാർജ് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അനുസരിച്ച് ചാർജുകൾ തമ്മിലുള്ള ആകർഷണ ബലം മാറ്റം വരും. അതാണ് അതിൻ്റെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നടക്കുന്ന സമയത്ത്, നമ്മൾ നടന്നു പോകണമെന്ന് വിചാരിക്കാം, നമ്മൾ ടാറിട്ട റോട്ടിലൂടെ നടന്നു പോകാൻ എളുപ്പമാണ്. ഓടുന്നു, നമ്മൾ ആ ടാറിട്ട റോട്ടിലൂടെ നമ്മൾ ഓടുന്നു. അതേപോലെ മണൽ, കടലിൽ പോയിട്ട്, കടൽ തീരത്ത് പോയിട്ട് മണലേക്കൂടെ ഓടാൻ പറഞ്ഞാൽ ഓടാൻ എളുപ്പമല്ല. കാരണം നമ്മൾ ഓടുന്ന സമയത്ത് മണൽ നമ്മുടെ ചലനത്തെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ടാറിട്ട റോട്ടിൽ ഓടുന്ന പോലെയല്ല മണലിലൂടെ ഓടുന്നത്. കാരണം എന്താ? നമ്മൾ ഓടുന്ന സർഫസിൽ മാറ്റം വന്നു. അപ്പോൾ ആ സർഫസിനനുസരിച്ച് നമ്മുടെ ഓടുന്ന അല്ലെങ്കിൽ നടക്കുന്ന വേഗതയിൽ മാറ്റം വരും. ഇതേപോലെ തന്നെ ഒരു ചാർജ്, രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ ആ രണ്ട് ചാർജ് ഏത് സർഫസിലാണോ ഇരിക്കുന്നത് ആ സർഫസിനനുസരിച്ച് ആ ചാർജുകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിലോ വികർഷണ ബലത്തിലോ മാറ്റം വരാം. അതിനെ സൂചിപ്പിക്കാൻ ആ വാല്യൂ കൺസിഡർ ചെയ്യാനാണ് നമ്മൾ എപ്സിലോൺ എന്ന് പറയുന്ന ആളെ ഉപയോഗിക്കുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ട് ചാർജുകൾ തമ്മിൽ ആകർഷണ ബലം വികർഷണ ബലം ഉണ്ടാവാം. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് കുളും ശ്രമിച്ചത്. അവിടെ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ആ ചാർജ് എവിടെ ഇരിക്കുന്നു, ആ ചാർജ് എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് ആ സ്റ്റാറ്റിക് ചാർജ്. കേട്ടോ, ശ്രദ്ധിക്കേണ്ട കാര്യം, ചാർജ് ഒഴുകുന്നില്ല, ചാർജ് സ്റ്റാറ്റിക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ചാർജ്. അതുകൊണ്ടാണ് ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്നത്. നമ്മൾ ഈ ഒന്നാമത്തെ പാഠത്തിലും രണ്ടാമത്തെ പാഠത്തിലും പഠിക്കുന്ന ഭൂരിഭാഗം കാര്യവും നിശ്ചലാവസ്ഥയിലുള്ള ചാർജിനെ കുറിച്ചാണ് എന്നൊരു ധാരണ നമുക്ക് മുൻകൂട്ടി വേണം. പറഞ്ഞത് മനസ്സിലായോ? ആദ്യത്തെ ഫിസിക്സിൽ, +2 ഫിസിക്സിൽ ആദ്യത്തെ 2 പാഠം പഠിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ പാഠവും രണ്ടാമത്തെ പാഠത്തിലെയും കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ചാർജ് എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാ കേസുകളിലും ചാർജ് റെസ്റ്റിലാണ്, നിശ്ചലാവസ്ഥയിലാണ്. ഒഴുകുന്ന ചാർജുകളെ കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒഴുകാത്ത 2 ചാർജുകളുണ്ട്. ആ ചാർജുകൾ തമ്മിൽ ആകർഷണബലം ഉണ്ട്. ആകർഷണബലം ഉണ്ടെങ്കിൽ ആകർഷണബലം എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് കുളുംബ്സ് ലോ. പറഞ്ഞത് മനസ്സിലായി? ആ ആകർഷണബലം അല്ലെങ്കിൽ വികർഷണബലം, ഈ ബലത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് പ്രൊഡക്റ്റ്, ആ ചാർജുകൾ തമ്മിലുള്ള ഗുണനഫലത്തിന് നേരനുപാതത്തിൽ. രണ്ടാമത്തെ കാര്യം, ഈ 2 ചാർജുകൾ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന്, സ്ക്വയറിന് വിപരീത അനുപാതത്തിൽ. പിന്നെ നമ്മളവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവന്നു. ആ കോൺസ്റ്റൻ്റ് ആണ് ε0. ഈ ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ സർഫസ് ആണ്. നമ്മൾ ആ ചാർജ് ഏത് സർഫസിലാണോ ഇരിക്കുന്നത് ആ സർഫസിനനുസരിച്ച് ഈ 2 ചാർജുകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് മാറ്റം വരാം. പറഞ്ഞത് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കുളുംബ്സ് ലോ. അപ്പോൾ കുളുംബ്സ് ലോ എന്താ? ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ 2 ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടി? എഫ് ഇസ് ഈക്വൽ ടു, എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എന്ന് പറഞ്ഞാൽ 2 ചാർജുകൾ തമ്മിലുള്ള ബലം. ഏതൊക്കെയാവാം ബലം? ഒന്നുമില്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ്, അതർവൈസ് ഇറ്റ്സ് എ റിപ്പൾസീവ് ഫോഴ്സ്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈൻ ഓഫ് ചാർജ്. ചാർജിൻ്റെ സൈനിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ, ദാറ്റ്സ് എഫ്.
is equal to 1 by 4 pi epsilon 0. It is a constant. Okay, you know 1, 4, pi and epsilon 0. Epsilon 0 is the permittivity of the surface. Okay, then q1 into q2 divided by r square. q1 is one charge, q2 is another charge. The product is q1 into q2, that q1 q2 divided by r or d. R or d is the distance between two charges. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r അല്ലെങ്കിൽ d. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഇതാണ് എൻ്റെ ഇക്വേഷൻ. F is equal to 1 by 4 pi epsilon 0 q1 q2 by d square. This is the equation of Coulomb's law. ഓക്കെ, ഇത്രയാണ് നമ്മൾ കുളുംസ് ലോയിൽ പഠിക്കാനുള്ളത്. പറഞ്ഞത് മനസ്സിലായോ? ആ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നും കൂടെ പറയാണ് 3 കാര്യങ്ങൾ. ഒന്ന്, ചാർജ് ഇരിക്കുന്ന സർഫസിനെ സൂചിപ്പിക്കുന്ന ആ സർഫസിനനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷന് മാറ്റം വരാം. ദാറ്റ് ഈസ് അത് സൂചിപ്പിക്കുന്നതാണ് എപ്സിലോൺ. ഓക്കെ, 1 by 4 pi epsilon 0 അതിന് വാല്യൂ ഉണ്ട്. 1 by 4 pi epsilon 0ന് വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചാർജിനനുസരിച്ച് മാറ്റം വരും q1 q2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ. അപ്പോൾ എന്താണ് കുളുംസ് ലോ? ഇത്രയേ ഉള്ളൂ കുളുംസ് ലോ. വളരെ സിമ്പിളാണ്. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ആകർഷണബലം അല്ലെങ്കിൽ വികർഷണബലം, രണ്ട് ചാർജുകൾ തമ്മിലുള്ള ആകർഷണബലം അല്ലെങ്കിൽ വികർഷണബലം അത് കണ്ടുപിടിക്കുന്നതാണ് കുളുംസ് ലോ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് കുളുംസ് ലോൻ്റെ അപ്ലിക്കേഷൻ? ആ ആപ്ലിക്കേഷൻ കുറിച്ചും കുളുംസ് ലോ ഏതൊക്കെ ഭാഗങ്ങളിൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം ഈ പാഠം പഠിക്കണമെങ്കിൽ എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യമാണ് കുളുംസ് ലോ, അതിൻ്റെ അപ്ലിക്കേഷൻ. 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കുളുംസ് ലോ എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.